ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകളാണ്. സോ ആൻഡ് സച്ച്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് ചില ആളുകൾക്കെങ്കിലും ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ കൺഫ്യൂഷനൊക്കെ നമുക്കിന്ന് മാറ്റാം. ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുമ്പോൾ സെന്റൻസിന് കുറച്ചൊരു സ്ട്രെങ്ത്, കുറച്ചൊരു എംഫസിസ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടും അതിന്. ഈ രണ്ട് വാക്കുകൾക്കും റിയലി, വെരി എന്നൊക്കെയുള്ള മീനിങ് ആണ്. ദ ടീച്ചർ ഈസ് സോ നൈസ് എന്ന് പറഞ്ഞാൽ വെരി നൈസ് എന്ന മീനിങ് ആണ്. ആ നൈസ് എന്നുള്ള വാക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കിട്ടിയതിന്. അപ്പോ ദ ടീച്ചർ ഈസ് നൈസ് എന്ന് പറയുന്നതിന് പകരം ദ ടീച്ചർ ഈസ് സോ നൈസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ്ങിന് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടി, കുറച്ചുകൂടി എംഫസിസ് കിട്ടി, അല്ലേ? അപ്പോ റിയലി അല്ലെങ്കിൽ വെരി എന്നുള്ള മീനിങ് ആണ്. ദ ടീച്ചർ റൈറ്റ്സ് സോ ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ ക്വിക്ക്ലി എന്നാൽ വേഗത്തിൽ. ടീച്ചർ വളരെ വേഗത്തിൽ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ വളരെ വേഗത്തിൽ എഴുതുന്നു. അപ്പോൾ സോ ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ ക്വിക്ക്ലി എന്നുള്ള ഒരു വേർഡിനെ അത് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെരി ക്വിക്ക്ലി, റിയലി ക്വിക്ക്ലി എന്നുള്ള മീനിങ് ആണ്. സോ ഉപയോഗിക്കുന്നത് ഒരു അജക്റ്റീവിന്റെ ഒപ്പം, അതായത് സോ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് ആയിരിക്കും. സോ നൈസ് എന്ന് പറയുമ്പോൾ നൈസ് എന്നത് ഒരു അജക്റ്റീവ് ആണ്. അജക്റ്റീവ് എന്നാൽ നാമവിശേഷണം. നൈസ്, ഗുഡ്, ബാഡ് ഇതൊക്കെ നാമവിശേഷണങ്ങളാണ്. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അജക്റ്റീവ്സ്. അപ്പോ സോ ഉപയോഗിക്കുന്നത് ഒരു അജക്റ്റീവിന്റെ ഒപ്പം, അതല്ലെങ്കിൽ ഒരു ആഡ്വേർബിന്റെ ഒപ്പമാണ്. ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ വേഗത്തിൽ. ക്വിക്ക്ലി എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു വാക്കാണ്. അപ്പോ സോ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് ആയിരിക്കും. സച്ച്, സച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് ആയിരിക്കും. ഷീ ഈസ് സച്ച് എ ഗുഡ് ടീച്ചർ. ഷീ ഈസ് സച്ച് എ ഗുഡ് ടീച്ചർ. അവിടെ ഗുഡ് ടീച്ചർ എന്നുള്ള ഒരു നൗൺ ഫ്രേസ് ആണ് അത് കഴിഞ്ഞ് വരുന്നത്. ഷീ ഈസ് സച്ച് എ ഗുഡ് ടീച്ചർ. സച്ച് എ എന്ന് ഉപയോഗിച്ചത് ഒരു സിംഗിൾ ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഒരു സിംഗുലർ വേർഡാണ് ടീച്ചർ എന്നുള്ളത്. ഇനി പ്ലൂറൽ വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ ദേ ആർ such good teachers. They are such good teachers. Teachers എന്ന ഒരു വേർഡിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് such good teachers. അവിടെ എന്ന ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യം ഇല്ല. പ്ലൂറൽ നൗൺ ആണ് അവിടെ ഉപയോഗിച്ചത്. പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് സച്ച് എ ഗുഡ്. ഇപ്പോ സച്ച് കഴിഞ്ഞിട്ട് വന്നത് അജക്റ്റീവ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. സച്ച് എ ഗുഡ് ടീച്ചർ, ടീച്ചർ എന്നതിനെയാണ്, ടീച്ചർ എന്ന നൗണിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സച്ച് കഴിഞ്ഞു വരുന്നത് നൗൺ ഫ്രേസ് ആണ്. ഗുഡ് ടീച്ചർ എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, സോ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് ആയിരിക്കും. പക്ഷേ സച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു നൗൺ ഓർ നൗൺ ഫ്രേസ് ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ. ദിസ് കേക്ക് ഈസ് സോ ഗുഡ്. സോ കഴിഞ്ഞിട്ട് ഗുഡ് അജക്റ്റീവ് വന്നു. ദിസ് ഈസ് സച്ച് എ ഗുഡ് കേക്ക്. ദിസ് ഈസ് സച്ച് എ ഗുഡ് കേക്ക്. ഗുഡ് കേക്ക് എന്നത് നൗൺ ഫ്രേസ് ആണ്. അതുകൊണ്ട് കേക്കിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. കേക്കിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. സോ ഗുഡ് കേക്ക് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ഫ്രേസ് ആണെന്ന് മാത്രം. Such a good cake. He drives so fast. അവൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു. ഫാസ്റ്റ് എന്നത് ഒരു ആഡ്വേർബ് ആണ്. സോ കഴിഞ്ഞിട്ട് ഒരു ആഡ്വേർബ് വന്നു. He is such a fast driver. Such a ഉപയോഗിച്ചു, സച്ച് ഉപയോഗിച്ചു. എ ഉപയോഗിച്ചത് ഒരു ഡ്രൈവർ എന്നത് ഒരു സിംഗുലർ നൗൺ ആയതുകൊണ്ടാണ്. He is such a fast driver. He drives so fast. So and suchന്റെ ഉപയോഗം ശ്രദ്ധിക്കൂ. ഇനി സോ കഴിഞ്ഞ് സംതിങ്, അത് കഴിഞ്ഞ് ദാറ്റ്. അതുപോലെ തന്നെ സച്ച് കഴിഞ്ഞ് സംതിങ്, പിന്നെ ദാറ്റ്, അങ്ങനെയും ഉപയോഗിക്കാം. ദ മൂവി വാസ് സോ എക്സൈറ്റിംഗ് ദാറ്റ് ഐ കുഡന്റ് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. ആ ഫിലിം വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത്
വാച്ച് ചെയ്യുക എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് എനിക്ക് വാച്ച് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. എക്സൈറ്റിംഗ് എന്നുള്ള ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചത് അതൊരു അഡ്ജക്റ്റീവ് ആയിട്ടാണ്. സോ എക്സൈറ്റിംഗ്, സോ കഴിഞ്ഞിട്ട് എക്സൈറ്റിംഗ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. ഇനി നമുക്ക് അത് സച്ച് ഉപയോഗിക്കാം. ഇറ്റ് വാസ് സച്ച് ആൻ എക്സൈറ്റിംഗ് മൂവി ദാറ്റ് ഐ കുഡന്റ് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. ഇവിടെ സച്ച് ആണ് ഉപയോഗിച്ചത്. സച്ച്, ഇറ്റ് വാസ് സച്ച് ആൻ എക്സൈറ്റിംഗ് മൂവി. സച്ച് കഴിഞ്ഞിട്ട് ആൻ ഉപയോഗിച്ചത് എക്സൈറ്റിംഗ് എന്നുള്ള ആ ഒരു വേർഡ് ഒരു ഇ എന്ന ഒരു സൗണ്ട്, ഒരു വൗവൽ സൗണ്ട് ആയതുകൊണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് ദാറ്റ് എന്നത് ഡ്രോപ്പ് ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. ദ മൂവി വാസ് സോ എക്സൈറ്റിംഗ് ഐ കുഡന്റ് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. അങ്ങനെ പറയാം. ദാറ്റ് അവിടെ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇറ്റ് വാസ് സച്ച് ആൻ എക്സൈറ്റിംഗ് മൂവി ഐ കുഡന്റ് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ്. അവിടെയും ദാറ്റ് നമുക്ക് ഒഴിവാക്കാം. സോ ആൻഡ് സച്ച്, അത് ഈ രണ്ട് വാക്കുകളും നമുക്ക് ലൈക്ക് ദിസ്, ഇതുപോലെ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. എക്സാമ്പിൾ, ദ ഹൗസ് വാസ് 100 years old. I didn't realize it was so old. ആ ഹൗസ്, ആ വീട് 100 കൊല്ലം പഴക്കമുള്ളതാണ്. I didn't realize it was so old. അത്രയ്ക്ക് പഴക്കമുള്ളതാണെന്ന്, അത്രയ്ക്ക് പഴക്കമുള്ളതാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തില്ല, ഞാൻ കരുതിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചില്ല എന്ന് പറയില്ല. ഇനി സച്ച് ഉപയോഗിക്കുമ്പോഴാണെങ്കിലോ, ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ് വാസ് സച്ച് ആൻ ഓൾഡ് ഹൗസ്. അവിടെ നമ്മൾ സച്ച് ഉപയോഗിച്ചു. ഇനി ചില എക്സ്പ്രഷൻസിന്റെ കൂടെ സോ അതുപോലെ സച്ച് ഉപയോഗിക്കും. നോ സച്ച് തിങ് ആസ്, അത് ഒരു എക്സ്പ്രഷൻ ആണ്. അവിടെ നമ്മൾ സച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഗോസ്റ്റ്. ചില ആളുകളൊക്കെ ഗോസ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കും. പക്ഷെ ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഗോസ്റ്റ്. ഗോസ്റ്റുകൾ എന്നത് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ദർ ഇസ് നോ സച്ച് തിങ് ആസ്, അത് ഒരു എക്സ്പ്രഷൻ ആണ്. സച്ച് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി സച്ച് എ ലോട്ട് ഓഫ് സംതിങ്. സച്ച് എ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും, ഇപ്പോ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഐ ആം സോറി, ഐ ആം ലേറ്റ്, ഞാൻ വൈകിപ്പോയി, സോറി. ഇറ്റ് വാസ് സച്ച് എ ലോട്ട് ഓഫ് ട്രാഫിക്. സച്ച് എ ലോട്ട് ഓഫ് ട്രാഫിക്, വല്ലാത്ത അത്രയധികം ട്രാഫിക് ആയിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ലോട്ട് ഓഫ് ട്രാഫിക്. ഇനി ആദ്യം നമ്മൾ പറഞ്ഞു സോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് ആയിരിക്കും എന്ന്. പക്ഷെ അതിനൊരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താണ് എന്ന് നോക്കാം നമുക്ക്. സോ കഴിഞ്ഞിട്ട് നമുക്ക് മെനി, മച്ച്, ഫ്യൂ, ലിറ്റിൽ, അതിനെയൊക്കെ ക്വാണ്ടിഫയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ സോ കഴിഞ്ഞിട്ട് സോ മെനി, സോ മച്ച് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്വാണ്ടിഫയേഴ്സ് സോ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് അഡ്ജക്റ്റീവ് അല്ലാതെ നൗൺ ഉപയോഗിക്കാം. സോ മെനി പീപ്പിൾ, പീപ്പിൾ എന്നത് നൗൺ ആണ്. സോ മെനി പീപ്പിൾ. സോ മച്ച് മണി, മണി എന്നത് ഒരു നൗൺ ആണ്. അപ്പോൾ സോ കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിക്കാം. പക്ഷേ സോ ക്വാണ്ടിഫയേഴ്സിന്റെ ഒപ്പം ഉപയോഗിക്കുമ്പോൾ, ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കാണിക്കുന്ന വാക്കുകൾ. സോ മച്ച് ഫുഡ് വാസ് വേസ്റ്റഡ്. സോ മച്ച് ഫുഡ്, ഫുഡ് എന്നത് നൗൺ ആണ്. മച്ച് എന്ന ഒരു ക്വാണ്ടിഫയർ അവിടെ വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. സോ ആൻഡ് സച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്താലോ. നമ്പർ 1, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഹോളിഡേ. വി ഹാഡ് ഡാഷ് ഗുഡ് ടൈം. അവിടെ വേണ്ടത് സച്ച് എ ഗുഡ് ടൈം. വി ഹാഡ് സച്ച് എ ഗുഡ് ടൈം എന്നാണ്. സോ അല്ല വേണ്ടത്. അവിടെ അത് കഴിഞ്ഞു വരുന്നത് ഗുഡ് ടൈം എന്നാണ്. അതൊരു നൗൺ ഫ്രേസ് ആണ്. ടൈം എന്ന ഒരു വേർഡിനെയാണ് നമ്മൾ സച്ച് എന്ന് പറയുന്നത്. എന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ കാരണം ടൈം എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അത് സിംഗുലർ ആണ്. വേറൊരു എക്സാമ്പിൾ, ഐ വാസ് സർപ്രൈസ്ഡ് ദാറ്റ് he looked dash well after his recent operation. റീസെന്റ് ആയിട്ട് നടന്ന അവന്റെ ഓപ്പറേഷന് ശേഷം അവൻ വളരെ വളരെ വെൽ, സോ വെൽ എന്നാണ് വേണ്ടത്. സോ വെരി വെൽ, വളരെ നന്നായിട്ട്. വെൽ എന്നത് ഒരു ആഡ്വേർബ് ആണ്, അതുകൊണ്ട് തന്നെ സോ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സോ കഴിഞ്ഞിട്ട് ആഡ്വേർബ് ആണ് വരുന്നത്.
ഹി ഓൾവേസ് ലുക്സ് ഗുഡ്. ഹി വെയേഴ്സ് ഡാഷ് നൈസ് ക്ലോത്ത്സ്. അവിടെ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് സച്ച് നൈസ് ക്ലോത്ത്സ് എന്നാണ്. നൈസ് ക്ലോത്ത്സ്, ഗുഡ് ക്ലോത്ത്സ് എന്ന നൗൺ ഫ്രേസ് ആണ്. ക്ലോത്ത്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ സച്ച് എന്ന വേർഡാണ് വേണ്ടത്. സച്ച് നൈസ് ക്ലോത്ത്സ്. സിംഗുലർ ആയിരുന്നെങ്കിൽ അവിടെ സച്ച് എന്ന് ഉപയോഗിക്കണം. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. സച്ച് നൈസ് ക്ലോത്ത്സ്. പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നൈസ് ആണല്ലോ എന്ന്. പക്ഷേ നൈസ് ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ക്ലോത്ത്സ് ആണ് നൗൺ, അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സച്ച് ആണ് വേണ്ടത്. I had to go. I didn't realize it was dash late. അവിടെ വേണ്ടത് so. കാരണം late എന്നത് ഒരു adverb. There were dash many people in the shopping mall. ഷോപ്പിംഗ് മാളിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മെനി എന്ന ഒരു ക്വാണ്ടിഫയർ വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ ഉപയോഗിക്കേണ്ടത് so എന്നാണ്. So many people. അവിടെ സച്ച് ഉപയോഗിക്കാൻ പാടില്ല. മെനി പീപ്പിൾ എന്നതല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ അവിടെ ഉപയോഗിക്കേണ്ടത് സോ തന്നെയാണ്. കാരണം അത് കഴിഞ്ഞു വരുന്നത് ഒരു ക്വാണ്ടിഫയർ ആണ്, മെനി എന്ന ക്വാണ്ടിഫയർ. ഇപ്പോ സോ ആൻഡ് സച്ച് ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ വന്നില്ലേ?